എല്ലാവർക്കും നമസ്കാരം. ഇന്ന് നമുക്ക് എല്ലാവർക്കും ഭയങ്കര സന്തോഷം ഉണ്ടാകുന്ന ഒരു ദിവസമാണ്. കാരണം നമ്മുടെ എല്ലാവരുടെയും പ്രിയപ്പെട്ട പത്മശ്രീ മമ്മൂട്ടിയുടെ 73ാമത്തെ പിറന്നാളാണ്. സോ നമുക്ക് എല്ലാവർക്കും അഭിമാനമായി നമ്മളെ ഒരുപാട് കരയിപ്പിച്ചിട്ടുള്ള, ഒരുപാട് ചിന്തിപ്പിച്ചിട്ടുള്ള സിനിമകൾ നമുക്ക് സമ്മാനിച്ച നമ്മുടെ എല്ലാം പ്രിയപ്പെട്ട മമ്മൂക്കയുടെ ബർത്ത്ഡേ. അപ്പോൾ ഈ മമ്മൂക്കയുടെ ബർത്ത്ഡേക്ക് ഞാനിങ്ങനെ നെറ്റിലൊക്കെ ഓരോരുത്തരെ മമ്മൂട്ടിയെക്കുറിച്ചുള്ള വീഡിയോസൊക്കെ ഇടുന്ന കണ്ട് ഞാനിങ്ങനെ നോക്കിക്കൊണ്ടിരുന്നപ്പോഴാണ് എല്ലാവരും മമ്മൂട്ടിയുടെ പ്രായത്തെക്കുറിച്ച് ഭയങ്കരമായിട്ട് പറയുന്നത്. അതായത് 73 വയസ്സിലും പുള്ളി ഒരു 40കാരനെ പോലെ ഇരിക്കുന്നു, അല്ലെങ്കിൽ പുള്ളിയെ കണ്ടാൽ ഒരിക്കലും 73 വയസ്സ് പറയൂല, എങ്ങനെയാണ് പുള്ളി ഇങ്ങനെ. പുള്ളിയുടെ മിക്കവാറും വീഡിയോസിലെല്ലാം ആളുകൾ പുള്ളിയോട് ചോദിക്കുന്നതാണ് എന്താണ് ഈ സൗന്ദര്യത്തിൻ്റെ രഹസ്യമെന്ന്. അപ്പോൾ നമുക്ക് ഇന്ന് ആ സൗന്ദര്യത്തിൻ്റെ രഹസ്യം എന്താണെന്ന് ആലോചിച്ചു. എങ്ങനെയായിരിക്കും 73 വയസ്സിൽ മമ്മൂട്ടി ഇങ്ങനെ ഇരിക്കുന്നതെന്ന് നമുക്കൊന്ന് ആലോചിച്ച് നോക്കാം. ശരിക്കും നിങ്ങൾ ഈ 73 വയസ്സിൽ മമ്മൂട്ടി ഇങ്ങനെ ഇരിക്കുന്നു എന്ന് പറയുമ്പോൾ മമ്മൂട്ടിയുടെ സൗന്ദര്യത്തെക്കുറിച്ച് ഒന്നും ആലോചിക്കേണ്ടത്. ഇപ്പോൾ ആരോടെങ്കിലും ചോദിച്ചാൽ അവർ പറയും അവർ സിനിമാടന്മാരല്ലേ, അവർക്ക് മേക്കപ്പ് ചെയ്തുകൂടെ എന്ന്. സോ നിങ്ങൾ ആ മേക്കപ്പ് എന്ന ആസ്പെക്റ്റ് വിടുക. നിങ്ങളൊരു കാര്യം ആലോചിച്ച് നോക്കാം. ഇപ്പം മമ്മൂട്ടി ഒരു സിനിമയിൽ ഫൈറ്റ് ചെയ്യുന്നു. ഇപ്പം ലേറ്റസ്റ്റ് ആയിട്ട് പുള്ളിയുടെ പുറത്തിറങ്ങിയ സിനിമ ഏതെങ്കിലും നോക്കിയത്, പുള്ളി അതിൽ ഫൈറ്റ് ചെയ്യുന്നു. ഒന്ന് ആലോചിച്ച് നോക്കി. 73 വയസ്സുള്ള ഒരു മനുഷ്യൻ 2 മുട്ടും മടക്കി തറയിലിരിക്കുകയാണ്. തറയിലിരുന്നിട്ട് പെട്ടെന്ന് എഴുന്നേറ്റ് ഒരാളെ നെഞ്ചിൻ്റെ പൊക്കത്തിൽ കാല് വെച്ച് ചവിട്ടിയിടുന്നു. നിങ്ങളുടെ വീടിനടുത്തുള്ള, അല്ലെങ്കിൽ നിങ്ങൾക്ക് അറിയാവുന്ന 73 വയസ്സുള്ള ആരെങ്കിലും അങ്ങനെ ചെയ്യുന്നതായിട്ട് നിങ്ങൾക്ക് അറിയുമോ? അതാണ് 73 വയസ്സിലെ മമ്മൂട്ടിയുടെ സൗന്ദര്യം. പുള്ളിയുടെ പുറമേയുള്ള സൗന്ദര്യമല്ല, ഉള്ളിലുള്ള സൗന്ദര്യം. അതായത് പുള്ളിയുടെ മസിൽസ്, ബോൺസ്, പുള്ളിയുടെ ഫ്ലെക്സിബിലിറ്റി, അതുപോലെ തന്നെ പുള്ളി ഈ പ്രായത്തിലും 12-14 മണിക്കൂർ ഒരു ദിവസം ജോലി ചെയ്യുന്നു, മൾട്ടിപ്പിൾ ജോബ്സ് ചെയ്യുന്നു. അതായത് പുള്ളി ഒരു ആക്ടറാണ്, പുള്ളി സ്ക്രിപ്റ്റ് വായിക്കുന്നുണ്ട്, പുള്ളി ഇഷ്ടമുള്ള പുസ്തകങ്ങൾ വായിക്കുന്നുണ്ട്, പുള്ളി പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്. ഇത്രയും കാര്യങ്ങൾ പുള്ളി ചെയ്യുന്നുണ്ട് 73 വയസ്സിൽ. ഒന്ന് ആലോചിച്ചാൽ നമ്മുടെ വീട്ടിൽ 73 വയസ്സുള്ള ഒരാൾ എന്തൊക്കെയാണ് ചെയ്യുന്നതെന്ന്. സോ ആ ഒരു ചെറുപ്പം ഉണ്ടല്ലോ, അതായത് 73 വയസ്സിൽ 43 വയസ്സിൻ്റെ ഇൻറ്റേർണൽ ബ്യൂട്ടി, അതായത് ആന്തരികമായ സൗന്ദര്യം, ആ സൗന്ദര്യം മമ്മൂട്ടിക്ക് ഉണ്ടാവാൻ എനിക്ക് തോന്നുന്നത് പുള്ളിയെ സഹായിച്ച 2-3 കാര്യങ്ങളുണ്ട്. അത് ഏതൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. ഒന്നാമത്തെ കാര്യം പുള്ളിയുടെ മൈൻഡ് സെറ്റാണ്. അതായത് ജീവിതത്തിൽ നമുക്ക് എപ്പോഴാണോ പ്രായമായി തുടങ്ങുന്നതെന്നറിയാമോ? നമുക്കെല്ലാം സാധിച്ചു, നമ്മളെല്ലാം കഴിഞ്ഞു, നമ്മുടെ ഉത്തരവാദിത്തം കഴിഞ്ഞു എന്ന് തോന്നുന്ന ആ സമയത്താണ്. ആ സമയം തൊട്ട് നമ്മൾ മരിക്കാൻ തുടങ്ങും. ഒരു ആവറേജ് മലയാളി ഒരു 50-55 വയസ്സാകുമ്പോഴത്തേക്കും പെൺകുട്ടികളുണ്ടെങ്കിൽ പെൺകുട്ടികളൊക്കെ കല്യാണം കഴിപ്പിച്ച് ജോലിയൊക്കെ ഉണ്ടെങ്കിൽ റിട്ടയർമെൻ്റ് ഒക്കെ കഴിഞ്ഞ് വീടിൻ്റെ EMI ഒക്കെ അടച്ച് കഴിയുമ്പോൾ അവരുടെ ജീവിതം കഴിഞ്ഞു എന്നങ്ങ് ഉറപ്പിക്കും. അന്ന് അവർക്ക് പ്രായമായി തുടങ്ങും. ആ മൈൻഡ് സെറ്റ് വേണം ആദ്യം മാറ്റാൻ. മമ്മൂട്ടിയോട് ഇന്നും ചോദിച്ചാൽ അദ്ദേഹം പറയും എനിക്ക് ഇനിയും ഒരുപാട് സിനിമകൾ ചെയ്യാനുണ്ട്, എനിക്ക് ഇനി ഒരുപാട് ക്യാരക്ടേഴ്സ് ചെയ്യാനുണ്ട്, ഒരുപാട് കാര്യങ്ങൾ ചെയ്യാനുണ്ടെന്ന്. 73 വയസ്സിൽ 450-500 സിനിമ ചെയ്ത് 3 നാഷണൽ അവാർഡ് കിട്ടിയ ഒരാളാണ് ഈ പറയുന്നതെന്ന് ആലോചിക്കുക. ആ മൈൻഡ് സെറ്റാണ് പുള്ളിയെ ചെറുപ്പമാക്കിയിരിക്കുന്ന ഒന്നാമത്തെ കാര്യം. രണ്ടാമത്തെ കാര്യം ഡിസിപ്ലിൻ. അത് നമ്മുടെ നാട്ടിൽ വളരെ 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 അപൂർവമായി മാത്രം കാണുന്ന ഒന്നാണ്, സ്ത്രീകളിൽ പ്രത്യേകിച്ചും. അതായത് നമ്മുടെ ജീവിതത്തിന് ഒരു ജീവിതചര്യ ഉണ്ടാവണം. മറ്റുള്ളവർക്ക് വേണ്ടി അല്ലെങ്കിൽ നമ്മുടെ ജോലിക്ക് വേണ്ടി നമ്മൾ മോഡിഫൈ ചെയ്യാതെ നമുക്ക് നമ്മുടേതായ ഒരു ടൈം ടേബിൾ ഉണ്ടായിരിക്കണം. നമ്മൾ കഴിക്കുന്ന ഭക്ഷണത്തിനൊരു അച്ചടക്കം ഉണ്ടായിരിക്കണം, ചെയ്യുന്ന എക്സസൈസിനൊരു അച്ചടക്കം ഉണ്ടായിരിക്കണം, നമ്മൾ ചെയ്യുന്ന കാര്യങ്ങൾക്കെല്ലാം ഒരു അച്ചടക്കം ഉണ്ടായിരിക്കണം. ആ അച്ചടക്കം ഉണ്ടെങ്കിൽ മാത്രമേ ശരീരത്തിനൊരു റിതം ഉണ്ടാവും. ആ റിതമാണ് നമ്മളെ കൂടുതൽ ഫിസിക്കലി ആൻഡ് മെൻ്റലി ഹെൽത്തി ആയിട്ട് വെക്കുക. അത് അദ്ദേഹത്തിന് ഉറപ്പായും ഉണ്ട്. അത് 100% ഉണ്ട്. ഇല്ലെങ്കിൽ ഒരിക്കലും അദ്ദേഹത്തിന് ഇത് സാധിച്ചെടുക്കാൻ കഴിയില്ല. മൂന്നാമത്തെ കാര്യം ബാഡ് ഹാബിറ്റ്സ് ഒഴിവാക്കുക. അതായത് സിഗരറ്റ് സ്മോക്കിങ്, മദ്യപാനം, പുറത്തുനിന്നുള്ള ഭക്ഷണം കഴിപ്പ്, അനാവശ്യമായ ഭക്ഷണം കഴിക്കുക, വിശപ്പില്ലാതെ ഭക്ഷണം കഴിക്കുക, പ്രിസർവേറ്റീവ്സ് ഉള്ള ഭക്ഷണം കഴിക്കുക, അതുപോലെ തന്നെ അനാവശ്യമായ ഉറക്കം വളയുക, ഇതുപോലത്തെ കാര്യങ്ങൾ ഒഴിവാക്കുക. ഇതെല്ലാം ബാഡ് ഹാബിറ്റ്സിൽ വരും. നിങ്ങൾ ഈ ദുശീലങ്ങളെന്ന് പറയുമ്പം മദ്യവും പുകവലിയും മാത്രമല്ല. ഞാൻ നിങ്ങൾക്കൊരു എക്സാമ്പിൾ പറഞ്ഞുതരാം. നിങ്ങളൊരു 30 വയസ്സ് കഴിഞ്ഞാൽ ഒരു സിഗരറ്റ് സ്മോക്കർ ആണെങ്കിൽ ആ സിഗരറ്റ് സ്മോക്കിംഗ് കൊണ്ട് നിങ്ങൾക്ക് മരിക്കാനുള്ള സാധ്യത 40%. അതേസമയം നിങ്ങൾ 30 വയസ്സിന് ശേഷം ഒരു 12-14 മണിക്കൂർ സ്ട്രെസ്ഫുള്ളായി ജോലി ചെയ്യുന്ന ഒരാളാണെന്ന് വിചാരിക്കുക. അങ്ങനെ നിങ്ങൾക്ക് ഹൈപ്പർ ടെൻഷൻ ഉണ്ടെങ്കിൽ ആ ഹൈപ്പർ ടെൻഷൻ കാരണം നിങ്ങൾ മരിക്കാനുള്ള സാധ്യത 160%. പക്ഷെ നമ്മൾ ആരും അത് മനസ്സിലാക്കുന്നില്ല. സോ ബാഡ് ഹാബിറ്റ്സ് എന്ന് പറയുമ്പോൾ ഞാനീ പറഞ്ഞ എല്ലാ കാര്യങ്ങളും അതിൽ പെടും. അത് എല്ലാം നമ്മൾ ഒഴിവാക്കുക. അത് ഒഴിവാക്കിയാൽ തന്നെ നമ്മുടെ ആന്തരികമായ സൗന്ദര്യം നമുക്ക് നന്നായിട്ട് വർദ്ധിപ്പിക്കാൻ പറ്റും. നാലാമത്തെ കാര്യം എക്സസൈസാണ്. അത് വളരെ 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 പ്രധാനപ്പെട്ടതാണ്. അത് പറയുമ്പോൾ നമ്മൾ പ്രത്യേകിച്ചും ശ്രദ്ധിക്കേണ്ട 2 ടേംസ് ഉണ്ട്. അതായത് ലോഞ്ചിവിറ്റിയും
ലൈഫ് എക്സ്പെക്റ്റൻസി. ചുമ്മാതെ ലൈഫ് എക്സ്പെക്റ്റൻസി എന്ന് പറഞ്ഞാൽ ഒരാൾ 90 വയസ്സ് വരെ ജീവിക്കുക, 100 വയസ്സ് വരെ ജീവിക്കുക, അതാണ് ലൈഫ് എക്സ്പെക്റ്റൻസി. പക്ഷേ അതൊരു പഴയ കൺസെപ്റ്റാണ്. നമ്മളിപ്പോൾ സംസാരിക്കുന്ന എല്ലാം ലോഞ്ചിവിറ്റിയെക്കുറിച്ചാണ്. ലോഞ്ചിവിറ്റി എന്ന് പറഞ്ഞാൽ നമ്മളുടെ ഫിസിക്കൽ പൊട്ടൻഷ്യൽ നിലനിർത്തിക്കൊണ്ട് തന്നെ എത്ര നാൾ ജീവിക്കാൻ കഴിയും, നമുക്ക് എക്കണോമിക്കലി പ്രൊഡക്റ്റീവായി, അതായത് നമുക്ക് സ്വന്തം ജോലി ചെയ്തുകൊണ്ട് സ്വന്തം കാര്യങ്ങളെല്ലാം ചെയ്തുകൊണ്ട് മരുന്നുകളെ ഒരുപാട് ആശ്രയിക്കാതെ എത്ര കാലം നന്നായി ജീവിക്കാൻ കഴിയും, അതാണ് ലോഞ്ചിവിറ്റി. അത് കൂട്ടാൻ നമ്മൾ എന്തൊക്കെ ചെയ്യണം? അതിൽ പ്രധാനപ്പെട്ട കാര്യമാണ് എക്സസൈസ് കൊണ്ട് തന്നെ നമ്മുടെ ലോഞ്ചിവിറ്റി 300%, 300 ടൈംസ് കൂടുമെന്നാണ് സ്റ്റഡീസ് പറയുന്നത്. അത് എക്സസൈസ് എന്ന് പറഞ്ഞാൽ 1.5 മണിക്കൂർ 2 മണിക്കൂർ ജിമ്മിൽ പോകണമെന്നല്ല. മമ്മൂട്ടിയുടെ വർക്കൗട്ട് ചോദിച്ചാൽ പോലും പുള്ളി പറയും ചെറുതായിട്ട് വെയിറ്റ് ലിഫ്റ്റ് ചെയ്യും, ചെറുതായിട്ട് കാർഡിയോ ചെയ്യുന്നൊക്കെ. ഒരു 15 to 30 മിനിറ്റ്സ്, 15 മുതൽ 30 മിനിറ്റ് ഒരു ദിവസം നന്നായി എക്സസൈസ് ചെയ്യുക, ആത്മാർത്ഥമായി എക്സസൈസ് ചെയ്യുക. അത് നിങ്ങൾ വലിയ ജിമ്മന്മാരെ പോലെ 100-200 കിലോ വെയിറ്റ് എടുക്കണമെന്നല്ല പറയുന്നത്. അതിപ്പോൾ എന്തും ആവാം. ചിലപ്പം ബ്രിസ്ക് വാക്കിംഗ് ആവാം, അല്ലെങ്കിൽ ചിലപ്പോൾ നമ്മൾ ബ്രിസ്ക് വാക്ക് ചെയ്താൽ മതിയാവും, അല്ലെങ്കിൽ നമ്മൾ നമ്മുടെ കഴിവിനനുസരിച്ച് റണ്ണിങ്ങോ സ്വിമ്മിങ്ങോ അല്ലെങ്കിൽ സൈക്ലിങ്ങോ, ഇതെല്ലാം എക്സസൈസിനകത്ത് പെടും. അത് നമ്മളെ കൊണ്ട് പറ്റാവുന്ന രീതിയിൽ 15 to 30 മിനിറ്റ്സ് ചെയ്യുക. അതായത് പറ്റാവുക എന്ന് പറഞ്ഞാൽ കംഫർട്ടബിളായി ചെയ്യുക എന്നുള്ളതല്ല, നമ്മുടെ ബോഡിയെ മാക്സിമം സ്ട്രെസ് ചെയ്തുകൊണ്ട് ചെയ്യുക. അത് പ്രായത്തിനനുസരിച്ച് ചെയ്യുക. അതാണ് ഏറ്റവും വലിയ കാര്യം. ലോഞ്ചിവിറ്റിയുടെ കാര്യത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ് എക്സസൈസ്. 5-ാമത്തെ കാര്യം ഡയറ്റാണ്. ഈ ഡയറ്റിൻ്റെ കാര്യം പറയുമ്പോൾ നമുക്കൊരു 75 to 80% നമുക്കത് കൺട്രോൾ ചെയ്യാൻ പറ്റും. കാരണം നമുക്ക് തരുന്ന അല്ലെങ്കിൽ നമുക്ക് ലഭ്യമാകുന്ന ഭക്ഷണത്തിൻ്റെ ക്വാളിറ്റി ഉറപ്പുവരുത്തേണ്ട അതോറിറ്റീസും ഗവൺമെൻറ്റും ഒക്കെയാണ്. പക്ഷേ എന്നാലും നമുക്ക് ചെയ്യാൻ പറ്റുന്നൊരു കാര്യമുണ്ട്. നമ്മൾ കഴിക്കുന്നത് ഏത് ഭക്ഷണമായിരിക്കണമെന്നും അതിൻ്റെ അളവ് എത്രയാണെന്നും തീരുമാനിക്കാനുള്ള സ്വാതന്ത്ര്യവും നമുക്കുണ്ട്. അതുകൊണ്ട് നല്ല ഭക്ഷണം നമുക്ക് ആവശ്യമുള്ള അത്രയും കഴിക്കാൻ ശീലിക്കുക. എന്ന് കരുതി നമ്മൾ ഫുൾ ടൈം പച്ചക്കറി മാത്രം കഴിക്കാൻ, നോൺ വെജ് കഴിക്കരുത്, അങ്ങനെയല്ല ഞാൻ പറയുന്നത്. നമുക്ക് ഇഷ്ടമുള്ളതെല്ലാം കഴിക്കാം, പക്ഷേ ഇഷ്ടമുള്ളത് എത്ര അളവിൽ കഴിക്കണമെന്ന് നമ്മൾ തീരുമാനിക്കുക. അത് കഴിക്കുന്നതിനനുസരിച്ചുള്ള ശാരീരികമായ വ്യായാമവും നമ്മൾ ചെയ്യുക. ഇപ്പം നിങ്ങൾ മമ്മൂട്ടിയോട് ചോദിച്ചു നോക്കുക, പുള്ളി എങ്ങനെയാണ് ഭക്ഷണം കഴിക്കുന്നതെന്ന്. പല ഇൻ്റർവ്യൂസിലും ഞാൻ കണ്ടിട്ടുണ്ട്. പുള്ളി ചെയ്യുന്നത് എന്താണെന്ന് വെച്ചാൽ പുള്ളി പറയും, എനിക്ക് ഇഷ്ടമുള്ളതെല്ലാം ഞാൻ കഴിക്കും, പക്ഷേ കഴിച്ചിട്ട് 1-ാമത്തെ കാര്യം ശ്രദ്ധിക്കുക, ഞാനതൊരളവിൽ മാത്രമേ കഴിക്കൂ. 2-ാമത്തെ കാര്യം, ഞാൻ എത്ര കഴിക്കുന്നു അതിനനുസരിച്ച് ഞാൻ എക്സ്ട്രാ വർക്കൗട്ടും ചെയ്യും. അത് തന്നെയാണ് വേണ്ടത്. അല്ലാതെ നിങ്ങൾ ഒരു വലിയ ഈ വീഗൻ ഡയറ്റ് എടുക്കണമെന്നോ അല്ലെങ്കിൽ പൊരിച്ചതും മധുരമുള്ളതും നിങ്ങൾ കഴിക്കരുതോ അങ്ങനെയൊന്നുമില്ല. നമുക്ക് ഇഷ്ടമുള്ളത് കഴിക്കാം, പക്ഷേ കഴിക്കുന്നതിൻ്റെ അളവ് നമ്മൾ നിയന്ത്രിക്കുക. അതിനോടൊപ്പം തന്നെ നമ്മൾ എത്ര കഴിക്കണം, അതുപോലെ തന്നെ നമ്മൾ എത്ര അളവിൽ കഴിക്കണമെന്ന് നമുക്കൊരു ബോധ്യം ഉണ്ടാവണം. ആ ബോധ്യത്തിൽ മാത്രമേ കഴിക്കാവൂ. എല്ലാത്തിനും ഒരു ലിമിറ്റ് വെക്കുക. നമുക്ക് മധുരമുള്ളത് കഴിക്കാം, വറുത്ത് കഴിക്കണോ ഇതെല്ലാം കഴിക്കാം, പക്ഷേ അതിനൊരു ലിമിറ്റ് വെക്കുക. അതിനോടൊപ്പം തന്നെ നമ്മൾ അധികമായി കഴിച്ചു എന്ന് നമുക്ക് തോന്നുകയാണെങ്കിൽ അതിനനുസരിച്ച് എല്ലാ ദിവസവും എക്സസൈസ് കൂടെ ചെയ്യുക. നോർമലായി നമ്മൾ ചെയ്യുന്ന എക്സസൈസിൻ്റെ കൂടെ സർപ്ലസ് ആയിട്ട് അതും കൂടെ ചെയ്യുക. ഇത് നമുക്ക് വളരെ പ്രധാനമാണ്. ഇതില്ലാതെ നമുക്ക് ഒരിക്കലും ആരോഗ്യമായി നമുക്ക് പ്രായം കൂട്ടാനാവില്ല. അത് നമ്മൾ പ്രത്യേകിച്ചും ശ്രദ്ധിക്കുക. പിന്നെ അവസാനമായിട്ടുള്ളത്, അവസാനം ഞാൻ പറയൂല, ഞാൻ പറഞ്ഞപ്പോൾ അവസാനം ആയെന്നേ ഉള്ളൂ. ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് ജെനറ്റിക്സ്. പക്ഷേ അതിന് നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല. കാരണം നമ്മൾ ജനിച്ചു കഴിഞ്ഞാൽ അല്ലെങ്കിൽ നമ്മളൊരു 5-6 വയസ്സ് എത്തുമ്പോഴത്തേക്ക് നമ്മുടെ ഒരു ജെനറ്റിക് സ്ട്രക്ചർ ഓൾമോസ്റ്റ് ഫിക്സ്ഡ് ആയിട്ടുണ്ടാകും. അതിന് നമുക്ക് വേണ്ടി ഒന്നും ചെയ്യാൻ കഴിയില്ല. പക്ഷേ നമ്മുടെ കുട്ടികളുടെ ജെനറ്റിക് സ്ട്രക്ചർ നന്നാക്കാൻ വേണ്ടി നമുക്ക് പല കാര്യങ്ങളും ചെയ്യാൻ പറ്റും. ഉദാഹരണത്തിന് ഇപ്പോൾ കുട്ടികളായിട്ടില്ല ആവാൻ പ്ലാൻ ചെയ്യുന്ന ആളുകളാണെങ്കിൽ അവർ മാക്സിമം റേഡിയേഷൻ എക്സ്പോഷർ കുറയ്ക്കുക, ഫോണിൻ്റെ ഉപയോഗം കുറയ്ക്കുക, അതേപോലെ തന്നെ ഈ ആവശ്യമില്ലാത്ത ഭക്ഷണ സാധനങ്ങൾ കുറയ്ക്കുക, ആൽക്കഹോളോ അല്ലെങ്കിൽ സ്മോക്കിങ്ങോ അതുപോലത്തെ സാധനങ്ങൾ ഉപേക്ഷിക്കുക, അധികം സ്ട്രെസ് അടിക്കാതിരിക്കുക, മാക്സിമം മരുന്നുകൾ ഉപയോഗിക്കാതിരിക്കുക. അങ്ങനെയൊക്കെ അവർക്ക് ജനിക്കാൻ പോകുന്ന കുട്ടികളുടെ ജനറ്റിക് പൂള് ബെറ്റർ ആക്കി എടുക്കാൻ പറ്റും. അതുപോലെ തന്നെ കുട്ടികളുണ്ട്, ചെറിയ കുട്ടികളാണെങ്കിൽ അവരെ നമ്മൾ മാക്സിമം കളിക്കാൻ വിടുക. ഈ പറഞ്ഞ പോലെ തന്നെ അവർക്ക് റേഡിയേഷൻ എക്സ്പോഷർ കുറയ്ക്കുക, അവരുടെ മെൻ്റൽ ഹെൽത്ത് ബെറ്റർ ആക്കാനുള്ള കാര്യങ്ങൾ ചെയ്യുക, അവരെ കൂടുതൽ നേരം കളിക്കാൻ വിടുക, അവരുടെ മാനസികമായ വളർച്ചയ്ക്ക് നമ്മളായിട്ട് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളൊക്കെ ചെയ്യുക. ഇതൊക്കെ ചെയ്യുക. ഇതൊക്കെ ജനറ്റിക് പൂളിനെ ഒരുപാട് ഇൻഫ്ലുവൻസ് ചെയ്യില്ലെങ്കിലും നമുക്ക് ആ ഒരു നമ്മളാൽ കഴിയുന്ന വിധമുള്ള മോഡിഫിക്കേഷൻസ് അതിൽ ചെയ്യാൻ പറ്റും. അപ്പോൾ ഇതൊക്കെയാണ് എനിക്ക് തോന്നുന്നത്. ഒരു 72 വയസ്സായാലും മമ്മൂട്ടിയെ പോലെ ഇരിക്കാൻ നമ്മൾ പറയില്ലേ, അങ്ങനെ നമുക്കൊക്കെ ഇരിക്കണമെങ്കിൽ ഇതിൽ പ്രധാനപ്പെട്ട കാര്യങ്ങൾ ഇതാണെന്ന് എനിക്ക് തോന്നുന്നു. ആദ്യത്തെ 5 കാര്യങ്ങൾ വളരെ പ്രധാനപ്പെട്ടതാണ്. അതിനോടൊപ്പം തന്നെ 6-ാമത്തെ കാര്യം പ്രധാനപ്പെട്ടതാണ്. പക്ഷേ നമുക്ക് കൂടുതൽ കൺട്രോൾ ചെയ്യാൻ പറ്റുന്ന ആദ്യം പറഞ്ഞ 5 കാര്യങ്ങളാണ്. അത് നമ്മൾ കൂടുതൽ ശ്രദ്ധിക്കുക. അപ്പോൾ അത്രേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. അപ്പോൾ മമ്മൂട്ടിക്ക് 71 വയസ്സായി. നിങ്ങളെ പോലെ തന്നെ ഞാനും ജനിച്ച അന്ന് തൊട്ട് എൻ്റെ അച്ഛനമ്മയും കാണുന്ന പോലെ തന്നെ കാണുന്ന ഒരാളാണ്. കൊച്ചിനെ എനിക്ക്
ഏറ്റവും ബുദ്ധിമുട്ടുള്ള, അതായത് എന്നെ ഒരുപാട് പേടിപ്പിക്കുകയും കരയിപ്പിക്കുകയും ചെയ്തിട്ടുള്ള ആളാണ് മമ്മൂട്ടി. കാരണം പല ഡയറക്ടർ നമ്മുടെ LJP ഒക്കെ പറഞ്ഞ പോലെ മമ്മൂട്ടി കരയുമ്പോൾ നമ്മളും കരയുമെന്ന് പറയില്ലേ, അതേപോലെയാണ്. മമ്മൂട്ടി കരഞ്ഞാൽ എനിക്ക് സങ്കടം വരുമായിരുന്നു. സോ പുള്ളിക്ക് ഇപ്പോൾ 73 വയസ്സായി. ഇനി ഒരു 75 വർഷം കൂടെ മമ്മൂട്ടി ജീവിച്ചിരിക്കട്ടെ എന്നാണ് എൻ്റെ ആഗ്രഹം. കാരണം അത് അദ്ദേഹത്തിന് മാത്രമല്ല നമുക്ക് നല്ലതാണ്. നമുക്ക് ഒരുപാട് നല്ല സിനിമകൾ കാണാൻ പറ്റും. അത് മാത്രമല്ല പുള്ളി ഒരു നല്ലൊരു ഫിലാന്ത്രോഫിസ്റ്റാണ്. പുള്ളി കിട്ടുന്നത് ഇല്ലാത്തവർക്ക് കൊടുക്കാൻ മനസ്സുള്ള ഒരാളാണ്, നമ്മളെപ്പോലൊന്നുമല്ല. സോ അങ്ങനെയുള്ളവർ കൂടുതൽ കാലം ജീവിച്ചിരിക്കുന്നത് നല്ലതാണ്. സോ ഇപ്പം നമ്മളൊരു ഇപ്പം എനിക്ക് 70 വയസ്സ് അല്ല, എനിക്കിപ്പോൾ 70 വയസ്സില്ല. ഇപ്പോൾ ഒരു 60 വയസ്സോ 50 വയസ്സോ ഉള്ള ഒരാളെ കാണുമ്പോൾ അയാൾ എന്തുകൊണ്ട് അങ്ങനെ ഇരിക്കുന്നു എന്നുള്ള ഒറ്റ ചോദ്യത്തിന് ഒറ്റ ഉത്തരം എല്ലാവരും പറയാം, അവന് ഈ സപ്ലിമെൻ്റ് എടുക്കുന്നുണ്ട് അല്ലെങ്കിൽ ആ മേക്കപ്പ് ചെയ്യുന്നുണ്ട്. സോ അങ്ങനെയല്ല അത് ആലോചിക്കേണ്ടത്. അവരെ കാണുമ്പോൾ അവരെ അഡ്മയർ ചെയ്യുക, അവരെങ്ങനെ ഇങ്ങനെ ഇരിക്കുമെന്ന് നമ്മൾ ആലോചിക്കുക, എന്നിട്ട് അത് അന്വേഷിക്കുക, എന്നിട്ട് അത് നമ്മുടെ ജീവിതത്തിൽ നമുക്ക് അപ്ലൈ ചെയ്യാൻ പറ്റുമോ എന്ന് നോക്കുക. ഞാൻ പറയുന്നത് ഈ പുറമേ കാണുന്ന ഭംഗിയെക്കുറിച്ചല്ല, നമ്മുടെ ഇൻറ്റേർണൽ ബ്യൂട്ടി ഉണ്ട്. നമ്മുടെ മനസ്സ് സന്തോഷമായിരിക്കുക, നമ്മൾ ഫുൾ ആക്റ്റീവായിട്ടിരിക്കുക, അല്ലെങ്കിൽ 60 വയസ്സിലും അയാൾ ഫ്ലെക്സിബിളായിരിക്കുക, അതിനെയൊക്കെ നമ്മൾ അഡ്മയർ ചെയ്യുക, നമ്മൾ ആരാധിക്കുക. എന്നിട്ട് നമ്മൾ അതിനെ എന്താ പറയുക, അത് നമ്മുടെ ജീവിതത്തിൽ കൊണ്ടുവരാൻ പറ്റുമോ നമ്മൾ പരമാവധി ശ്രമിക്കുക. ഇതൊക്കെയാണ് ചെയ്യേണ്ടത്. നല്ല കാര്യങ്ങൾ എവിടെ കണ്ടാലും നമ്മളത് കോപ്പി അടിക്കാൻ നോക്കുക, അത്രയുള്ള കാര്യം. സോ ഇതാണ് ഇന്നത്തെ വീഡിയോ. ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു. വീഡിയോയിൽ എന്തെങ്കിലും സംശയങ്ങളോ അഭിപ്രായം ഉണ്ടെങ്കിൽ താഴെ കമൻറ്റ് ബോക്സിൽ മെൻഷൻ ചെയ്യുക. അതോടൊപ്പം ഞാൻ ഇതിൽ ഡിസ്കസ് ചെയ്ത കാര്യങ്ങൾ വേറെ അതിനെക്കുറിച്ച് എന്തെങ്കിലും സെപ്പറേറ്റ് വീഡിയോസ് നിങ്ങൾക്ക് വേണമെങ്കിൽ അതും മെൻഷൻ ചെയ്യുക. ഇപ്പം ലോഞ്ചിവിറ്റിയുടെ കാര്യമാണെങ്കിലും, അല്ലെങ്കിൽ ഇപ്പം എന്തൊക്കെ എക്സസൈസസ് വേണം നമ്മുടെ ബയോളജിക്കൽ ഏജിങ് എന്ന് പറയും, അതായത് പ്രായം കൂടുന്നതിനെ കുറയ്ക്കാൻ എന്തൊക്കെ ചെയ്യാൻ പറ്റും, അങ്ങനത്തെ കാര്യങ്ങളെക്കുറിച്ചൊക്കെ വീഡിയോസ് വേണമെങ്കിൽ എനിക്ക് ഭയങ്കര ഇൻട്രസ്റ്റ് ഉള്ള ടോപ്പിക്കാണ് കേട്ടോ. സോ അങ്ങനെ എന്തെങ്കിലും വീഡിയോസ് ഉണ്ടെങ്കിൽ താഴെ ഒന്ന് കമൻറ്റ് ബോക്സിൽ മെൻഷൻ ചെയ്തേക്കുക. അപ്പോൾ ഇത്രയുള്ള വീഡിയോ. ഹാപ്പി ബർത്ത്ഡേ മമ്മൂക്ക. എല്ലാവരും ആരോഗ്യമായിട്ടിരിക്കുക, എല്ലാവരും മമ്മൂട്ടിയെ പോലെ ഇരിക്കുക. അപ്പോൾ ഓക്കെ, ബൈ.